ഈയിടെ പലരും ബന്ധങ്ങളെ ടോക്സിക് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ടോക്സിക് റിലേഷൻഷിപ്പ്. ബന്ധങ്ങൾ എങ്ങനെയാണ് ടോക്സിക് ആവുന്നത്? ബന്ധങ്ങളല്ല ശരിക്കും ടോക്സിക് ആവുന്നത്. പിന്നെ ആരാണ് ടോക്സിക്? ഒരിക്കലും ഒരു റിലേഷൻഷിപ്പും ടോക്സിക് ആവുന്നില്ല. എൻ്റെ ചിന്താഗതിയാണ് ടോക്സിക്, മൈ വേ ഓഫ് തിങ്കിങ്. എന്നാൽ ബന്ധങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ 2 പേർ ഉണ്ടാവാറുണ്ട്. 2 പേരിൽ ഒരാൾ തൻ്റെ ചിന്താഗതികളെ മാറ്റിയാൽ ആ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെ മാറുമോ? മറ്റൊരാൾ അപ്പോഴും നെഗറ്റീവ് തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ, ഇതെങ്ങനെ എന്ന് സാധാരണഗതിയിൽ ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവരിൽ ഒരാൾ തൻ്റെ ചിന്തകളിൽ വ്യത്യാസം വരുത്തിയാൽ പിന്നെ ആ ബന്ധം ചേഞ്ച് ആകുമോ? പറയൂ, ശരിയാകുമോ? അറിയില്ല അല്ലേ? പരീക്ഷിച്ച് നോക്കണം. ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. കൂടെയുള്ളയാളുടെ ശീലങ്ങളും സംസ്കാരങ്ങളുമൊക്കെ അതുപോലെ തന്നെയുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ നിന്നും ഒരു എനർജി അവരിലേക്ക് അയക്കുകയാണെങ്കിൽ, അഥവാ താങ്കൾ അവർക്കായി ഒരു നെഗറ്റീവ് എനർജിയും കൊണ്ടുവരാതിരുന്നാൽ താങ്കളുടെ എനർജീസ് അവരിലേക്ക് സദാ എത്തുകയും അത് അവരെ ചേഞ്ച് ആക്കുകയും ചെയ്യും. ഈ സ്ഥലത്തിന് താങ്കളുടെ എനർജിയെ ചേഞ്ച് ചെയ്യാനാവുന്നുണ്ടെങ്കിൽ താങ്കളുടെ എനർജിക്ക് മറ്റൊരു വ്യക്തിയെ ചേഞ്ച് ചെയ്യാനും ആവും. താങ്കൾ ഇവിടെ വന്നിട്ട് കുറച്ച് സമയമല്ലേ ആയുള്ളൂ. പക്ഷേ എനർജി ലോ ആയാലും ഹൈ എനർജി ആയാലും ഇതിനകത്തേക്ക് കടന്നാൽ ഉടൻ തന്നെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനാവും. ലോ എനർജി സ്പേസിലേക്ക് പോയാൽ ഉടൻ തന്നെ താങ്കൾക്ക് അതിൻ്റെ ഭാരം, വ്യത്യാസം തിരിച്ചറിയാനാവും. അതുപോലെ നമ്മളും ഒരു എനർജി സ്പേസ് അഥവാ ഊർജമണ്ഡലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായ എനർജി ക്രിയേറ്റ് ചെയ്താൽ അതിൻ്റെ ഇഫക്റ്റ് മറ്റുള്ളവരിലേക്ക് വരുമോ ഇല്ലയോ? പറയൂ. വരും. മറ്റുള്ളവരിൽ ആ ഇഫക്റ്റ് വന്നുകൊണ്ടേയിരിക്കും. ഈ വ്യക്തി വളരെ നല്ല ആളാണ്, ഇയാൾ വളരെ നല്ല ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതിനു മുമ്പായി നിങ്ങൾ സ്വയം നല്ലതായി മാറണം. അപ്പോൾ നിങ്ങളുടെ ആ വളരെ നല്ല വൈബ്രേഷൻ അവരെയും നല്ലതാക്കാൻ തുടങ്ങും. ഇനി നിങ്ങൾക്ക് അവരെക്കുറിച്ച് ഒന്നും പറയാനാവുന്നില്ലെങ്കിലും ഈ വ്യക്തി വളരെ നല്ലയാളാണ് എന്ന് വെറുതെ പറയാൻ തുടങ്ങുക. പറയാനാവുമോ? തെറ്റായ മോശമായ കാര്യങ്ങൾ പറയുന്നവരെക്കുറിച്ചും വെറുതെ ഇങ്ങനെ പറയാൻ കഴിയുമോ? ദേ ആർ വെരി നൈസ് എന്ന് അവരെക്കുറിച്ച് പറയാനാവുമോ? അവർ നല്ലതാണ് എന്ന് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും വെറുതെ അങ്ങനെ പറയാൻ തുടങ്ങുക. പറയുന്നതിൽ കൂടിയും ഫീലിംഗ് ക്രിയേറ്റ് ആവാൻ തുടങ്ങുമെന്ന് നിങ്ങൾക്കറിയുമോ? തോട്ട്സ് ക്രിയേറ്റ്സ് ഫീലിങ്സ്. ഫീലിങ്സ് ഡോണ്ട് ക്രിയേറ്റ് തോട്ട്സ്. ചിന്തകളാണ് ഫീലിങ്സിനെ ഉണ്ടാക്കുന്നത്, അല്ലാതെ ഫീലിങ്സിലൂടെ ചിന്തകൾ സൃഷ്ടിക്കപ്പെടുകയല്ല ചെയ്യുന്നത്. നല്ലതാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, എനിക്കങ്ങനെ തോന്നുന്നത് തന്നെ ഇല്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ അവർ നല്ല ആളുകളാണ് എന്ന് ചിന്തിക്കുക? ഇങ്ങനെയാണ് നമ്മൾ എല്ലാവരും പറയാറുള്ളത്. നോക്കൂ, എനിക്ക് അവർ നല്ലതായി തോന്നുന്നില്ല, അതുകൊണ്ടാണ് എനിക്ക് ബോധപൂർവം ഒരു ചിന്ത സൃഷ്ടിക്കേണ്ടി വരുന്നത്. നിങ്ങൾ ആദ്യം ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷമാണ് അതനുസരിച്ചുള്ള ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഇക്കാരണത്താലാണ് ചിന്തകളാണ് ഫീലിങ്സ് ഉണ്ടാക്കുന്നതെന്നും ഫീലിങ്സ് ചിന്തകളെ സൃഷ്ടിക്കുന്നില്ല എന്നും പറയുന്നത്. ഇവർ മോശമാണ്, അവർ ശരിയല്ല എന്ന ഒരു ചിന്ത താങ്കൾ സൃഷ്ടിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ അവർ ചെയ്യുന്ന തെറ്റുകളുടെ ഫീലിങ്സിലേക്ക് വരുന്നത്. ഐ ആം ഫീലിംഗ് ലോ, അപ്പോൾ എനിക്കെങ്ങനെ നല്ല കാര്യങ്ങൾ ചിന്തിക്കാനാവും എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ഞാൻ ലോ ആയ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഡൗൺ ആയി ഫീൽ ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ് പ്ലാൻ വളരെ ക്ലിയർ ആണ്. ആദ്യം തോട്ട്സ്, പിന്നെ ഫീലിങ്സ്. പലതവണ അതേ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത്രയും തന്നെ തവണകൾ ആ ഫീലിങ്സും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതിലൂടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നു. അവരങ്ങനെ തന്നെയാണ് എന്നൊരു മനോഭാവം നമുക്കുണ്ടാവുന്നു. ഈ ലോകം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന ആറ്റിറ്റ്യൂഡ്. എൻ്റെ ഓഫീസ് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എന്ന ആറ്റിറ്റ്യൂഡ്. പലതവണ ഈ തോട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്
ഞാൻ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ പലതവണ ആ ഫീലിങ്സും ഉണ്ടായി. അതങ്ങനെ എൻ്റെ ആറ്റിറ്റ്യൂഡായി മാറി. എൻ്റെ ബോഡി ഇങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? ഒരു തവണ ആറ്റിറ്റ്യൂഡ് രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ പെരുമാറ്റങ്ങളിലേക്ക് കടന്നു വരുന്നു. സോ തോട്ട്, ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ്, ആക്ഷൻ. പെരുമാറ്റങ്ങളിലേക്ക് എത്തുന്നതാണ് ആക്ഷൻ. അതേ ചിന്തകൾ തന്നെ നമ്മൾ തുടർന്നുകൊണ്ടിരുന്നാൽ പിന്നെ നമ്മുടെ പെരുമാറ്റവും ആക്ഷനും എങ്ങനെയായി മാറും? ചിന്തകൾക്കും ഫീലിങ്സിനും അനുസരിച്ചുള്ള പെരുമാറ്റം തന്നെ നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അല്ലേ? ആവർത്തിച്ചുള്ള പെരുമാറ്റങ്ങൾ ശീലങ്ങൾ അഥവാ സംസ്കാരങ്ങളായി മാറുന്നു. ചിന്തകൾ, തോന്നലുകൾ, മനോഭാവങ്ങൾ, കർമ്മങ്ങൾ, ശീലങ്ങൾ. എൻ്റെ എല്ലാ ശീലങ്ങളെയും ഒന്നിച്ചു ചേർത്താലാണ് എൻ്റെ വ്യക്തിത്വം അഥവാ എൻ്റെ പേഴ്സണാലിറ്റി ഉണ്ടാവുന്നത്. എൻ്റെ വ്യക്തിത്വം എങ്ങനെയാണോ ഉള്ളത്, എൻ്റെ ഭാഗ്യവും അതുപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. ആസ് വിൽ ബി മൈ പേഴ്സണാലിറ്റി, സോ വിൽ ബി മൈ ഡെസ്റ്റിനി. എൻ്റെ വ്യക്തിത്വം എങ്ങനെയാണോ എൻ്റെ ഭാഗ്യവും അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ഭാഗ്യം എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? എൻ്റെ ചിന്തകളിൽ നിന്നും. എൻ്റെ ചിന്തകളിൽ നിന്നാണ് എൻ്റെ ഭാഗ്യം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ചുറ്റും ഒന്നും തന്നെ നല്ലതായി നടക്കുന്നില്ലെങ്കിലും നിങ്ങൾ വെറുതെ എല്ലാം നന്നായി നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ പ്രോഗ്രാമിംഗ് ഓട്ടോമാറ്റിക് ആണ്. ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിന് നല്ല സുഖമില്ല എന്ന് കരുതുക. അതോടെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. എനിക്ക് തീരെ വയ്യ, ഇനി ഈ കാര്യം എങ്ങനെ ചെയ്യും? എയർ പൊല്യൂട്ടഡ് ആണ്, ഇന്നെങ്ങനെ പുറത്തു പോകും? ചുമ വരും, തൊണ്ടവേദന വരും. തൊണ്ടവേദന വന്നിട്ടില്ല. പക്ഷേ എന്തായാലും ചുമയും തൊണ്ടവേദനയും വരുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എപ്പോഴും ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. നമ്മൾ പറയുന്നതെല്ലാം അതേപടി അനുസരിക്കുന്ന 2 പേരുണ്ട്. മറ്റാരെല്ലാം അനുസരിച്ചാലും ഇല്ലെങ്കിലും 2 പേർ നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കുക തന്നെ ചെയ്യും. നമ്മുടെ മനസ്സും ശരീരവുമാണ് ആ 2 പേർ. താങ്കൾ അവരോട് ഒന്ന് പറഞ്ഞാൽ മാത്രം മതി, പുറത്തെ അന്തരീക്ഷം മോശമാണ്, ചുമ വരും, എന്തായാലും വരും. ഇതൊരു 5-6 തവണ പറഞ്ഞാൽ തന്നെ ചുമ തീർച്ചയായും വരും. കാരണം നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങളുടെ കമാൻഡ്സിനെ ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ നടപ്പിലാക്കും. എന്തെന്നാൽ ഇവ രണ്ടുമാണ് നമ്മുടെ എനർജിയുമായി ഏറ്റവും അടുത്ത് ഇടപഴകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എനർജിയുടെ ഏറ്റവും വലിയ പ്രഭാവവും ഇവർ രണ്ടിലും കൂടുതലായി ഉണ്ടാകുന്നു. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അസുഖമോ വേദനയോ വന്നാൽ നമ്മൾ വളരെ വേഗം തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. വേദനയുണ്ട്, അസുഖമാണ്, ഞാൻ എൻ്റെ ജോലി എങ്ങനെ ചെയ്യും? ജോലികൾ ചെയ്താൽ വേദന അധികമായാലോ? മതി, റിയാക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ചിന്തയെ മാറ്റണം. അതിനെ എവ്രിതിങ് ഈസ് പെർഫെക്റ്റ് എന്നാക്കി മാറ്റണം. എല്ലാം ഓക്കെയാണ്, ഒരു വേദനയുമില്ല, എവ്രിതിങ് ഈസ് ഫൈൻ. നിങ്ങൾ പറയുന്നതെല്ലാം നിങ്ങളുടെ ശരീരം കേൾക്കുന്നുണ്ട് എന്ന് ഓർമ്മ വേണം. ഏത് രീതിയിൽ പറഞ്ഞാലും ശരീരം അത് കേൾക്കും. ഇന്ന് മുതൽ നമുക്ക് ഒരു ചെറിയ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങാം. സിറ്റുവേഷൻ നമ്മുടെ മുന്നിലേക്ക് വരുന്നതോടെ അപ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ ചിന്തയിലേക്ക് ശ്രദ്ധ നൽകണം. സിറ്റുവേഷനെ കുറിച്ചുള്ള നമ്മുടെ ഫസ്റ്റ് തോട്ടിനെ ഒരു ബ്ലെസ്സിങ് ആക്കി മാറ്റണം. ബ്ലെസ്സിങ് എന്നാൽ ഹയർ വൈബ്രേഷണൽ തോട്ട് എന്നാണ് അർത്ഥം. ദിസ് ഈസ് പെർഫെക്റ്റ്, എവ്രിതിങ് ഈസ് പെർഫെക്റ്റ്, എല്ലാം നന്നായി നടക്കുന്നു. ഇങ്ങനെ ചിന്തിക്കുക. ദില്ലിയിലെ എയർ ക്വാളിറ്റി വളരെ നല്ലതാണ് എന്ന് താങ്കൾ പറഞ്ഞു. ഓക്കെ, അത് പറഞ്ഞുകൊണ്ടേയിരിക്കൂ. കീപ് സേയിങ് ദാറ്റ്. എയർ ക്വാളിറ്റി ചേഞ്ച് ആയാലും ഇല്ലെങ്കിലും നിങ്ങളുടെ മനസ്സും ശരീരവും നല്ലതായി നിലനിൽക്കും. ഇപ്പോൾ ദിവസം മുഴുവനും മനസ്സ് വളരെ പരിഭ്രമിച്ചാണ് നിൽക്കുന്നത്. ഇടയ്ക്കിടെ മൊബൈൽ എടുത്ത് നിങ്ങൾ എയർ ക്വാളിറ്റി റീഡിംഗ് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടും പരിഭ്രമിച്ചിട്ടും ഒരു കാര്യവുമില്ല. നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളിലാണ് ശ്രദ്ധ നൽകേണ്ടത്.
അല്ലെങ്കിൽ പുറമേയുള്ള കാര്യങ്ങളും നമ്മുടെ മനസ്സും രണ്ടും നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത അവസ്ഥ വരും. അതുകൊണ്ടാണ് ചിന്തകളിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകണമെന്ന് പറയുന്നത്. നിങ്ങൾ എന്തു പറയുന്നു? സുഖമാണോ? അതെ, സുഖമായിരിക്കുന്നു. നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? വളരെ നന്നായിരിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ളവരെങ്ങനെയാണ്? വളരെ നല്ലവരാണ്. നിങ്ങളെ വിഷമിപ്പിക്കുന്നവരോ? അവരെങ്ങനെയാണ്? അവരും വളരെ വളരെ നല്ലവരാണ്. മതി. ഇത് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെയൊക്കെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു. മുൻപ് അവരുടെ പേര് കേട്ടാൽ എങ്ങനെയുള്ള എനർജിയാണ് ക്രിയേറ്റ് ആയിരുന്നത്? ഇതുകൊണ്ടാണ് നല്ലതാണ് നല്ലതാണ് എന്ന് പറഞ്ഞു തുടങ്ങിയാൽ ഏറ്റവും ആദ്യം താങ്കൾ തന്നെയാണ് വളരെ നല്ല ആളായി മാറുക എന്ന് പറയുന്നത്. നമുക്ക് വേറൊരാളെ ചേഞ്ച് ചെയ്യാനാവുമോ ഇല്ലയോ എന്നതിലും പ്രധാനമായി സ്വയം സേഫ് ആക്കി വെക്കുക എന്നൊരു ഉത്തരവാദിത്വവും ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. 2 കാര്യങ്ങളുണ്ട്. ഒന്നുകിൽ മറ്റൊരാളുടെ വൈബ്രേഷൻ നമ്മളിലേക്ക് എത്തും. നിങ്ങൾക്കത് മനസ്സിലാവുക പോലുമില്ല. നിങ്ങൾ അവരെക്കുറിച്ച് ഒന്നും ചിന്തിക്കുന്നുണ്ടാവില്ല. എന്നാൽ അവർ നിങ്ങളെപ്പറ്റി സൃഷ്ടിക്കുന്ന ചിന്തകൾ നിങ്ങളിലേക്ക് എത്തുന്നു. കാരണം അതും എനർജിയാണ്. അതൊരു വസ്തുവല്ല. ചിന്തകൾ ഒരു ഊർജമാണ്. ഈ സ്ഥലത്തിൻ്റെ എനർജി നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ഇവിടുത്തെ എനർജി ആരാണ് ക്രിയേറ്റ് ചെയ്തത്? ഇവിടെ താമസിക്കുന്ന ആളുകളാണ് അത് ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ വീട്ടിൽ നിങ്ങൾ മറ്റൊരാളുടെ കൂടെ ജീവിക്കുമ്പോഴും അവരുടെ എനർജി നിങ്ങളിലേക്ക് വരും, അല്ലേ? വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ ഓഫീസിലുള്ളവരുടെ എനർജിയും നിങ്ങളിലേക്ക് വരും, നിങ്ങൾക്ക് ലഭിക്കും. പലപ്പോഴും നമ്മുടെ ചിന്തകളേക്കാൾ കൂടുതൽ മറ്റുള്ളവർ സൃഷ്ടിക്കുന്ന ചിന്തകൾ കാരണം നമ്മളും അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നു. ഉദാഹരണത്തിന്, ഞാൻ ഇവരെക്കുറിച്ച് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇവരെന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാനാവുമോ? ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ഇങ്ങനെ ഇവരെക്കുറിച്ച് ഒരു ഫോക്കസ്ഡ് എനർജി ഞാൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് മണിക്കൂറുകളോ കുറച്ച് ദിവസങ്ങളോ ഞാൻ ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവരും എന്നെക്കുറിച്ച് അങ്ങനെ തന്നെ ചിന്തിക്കാൻ തുടങ്ങും. ഇവരെന്താണ് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? കാരണം ഇങ്ങനെ ഒരു ചിന്തയാണ് ഇവിടെ നിന്നും അങ്ങോട്ട് പോയിരിക്കുന്നത്. നിങ്ങൾ ഒരു പാട്ട് കേൾക്കുകയാണ് എന്ന് കരുതുക. നിങ്ങളുടെ വീട്ടിൽ നിന്നല്ല, അടുത്ത വീട്ടിൽ നിന്നാണ് പാട്ട് വരുന്നത്. കുറച്ചു നേരത്തിന് ശേഷം ആ പാട്ട് നിങ്ങളുടെ മനസ്സിൽ പതിയുന്നത് കാണാം. ശരിയല്ലേ? നമ്മൾ അറിയാതെ അതേ പാട്ട് മനസ്സിൽ പാടാൻ തുടങ്ങും. എൻ്റെ മനസ്സത് ക്യാച്ച് ചെയ്തു. അയൽ വീട്ടുകാർ ആ പാട്ട് ഓഫ് ചെയ്താലും ആ പാട്ട് എൻ്റെ മനസ്സിൽ പാടിക്കൊണ്ടേയിരിക്കുന്നു. ഐ പിക്ഡ് ഇറ്റ് അപ്പ്. അതുപോലെ തന്നെയാണ് ഞാൻ എനിക്ക് ചുറ്റുമുള്ള ഊർജങ്ങളെയും സ്വീകരിക്കുന്നത്. ഐ പിക്കപ്പ് എനർജി, ഐ പിക്കപ്പ് വൈബ്രേഷൻസ്. ഞാൻ വൈബ്രേഷൻസും സ്വീകരിക്കുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന പാട്ടുകൾ തന്നെ പാടണം എന്നതാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ളവരുടെ പാട്ടുകൾ ഞാൻ എൻ്റെ മനസ്സിൽ പാടരുത്. എൻ്റെ മനസ്സിൽ ഞാൻ സെലക്ട് ചെയ്യുന്ന പാട്ടുകളാണ് ഉണ്ടാകേണ്ടത്. ആ സെലക്റ്റഡ് സോങ്സ് ഏതെല്ലാമാണ്? എവ്രിതിങ് ഈസ് പെർഫെക്റ്റ്. എല്ലാം പെർഫെക്റ്റ് ആണ്. എല്ലാവരും പെർഫെക്റ്റ് ആണ്. എവ്രിതിങ് ഈസ് ബ്യൂട്ടിഫുൾ. എൻ്റെ ശരീരം പെർഫെക്റ്റ് ആൻഡ് ഹെൽത്തിയാണ്. എൻ്റെ ഉള്ളിൽ ഇതെല്ലാമാണ് ഒരു പാട്ട് പോലെ വരേണ്ടത്. ഈ വരികളാണ് എൻ്റെ ഉള്ളിൽ ഒരു പാട്ട് പോലെ ഉയരേണ്ടത്. അങ്ങനെ ഇത് എൻ്റെ ഉപബോധ മനസ്സിലെ പ്രോഗ്രാമിംഗ് ആയി മാറുന്നു. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഗീതാസാരം കലണ്ടർ പോലെ തൂക്കിയിട്ടുണ്ട്. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. ഇത് നമ്മൾ കാണുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഭാവിയിൽ എന്താവും എന്നറിയില്ല എന്നാണ് ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ പറയാറുള്ളത്. ഗീതയിൽ അതെല്ലാം എഴുതിയിട്ടുണ്ട്. നമ്മൾ അത് പറയുക മാത്രമേ വേണ്ടൂ. എന്താണോ എഴുതിയിരിക്കുന്നത് അതിനെ നമ്മുടെ ചിന്തകളാക്കി മാറ്റണം. എഴുതി വച്ചിരിക്കുന്നതും വീട്ടിൽ തൂക്കിയിടുന്നതുമൊക്കെ നമ്മൾ അതേക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കാൻ വേണ്ടിയാണ്. അവയെ എപ്പോഴും കണ്ട് നമ്മൾ അതിനെ നമ്മുടെ ചിന്തകളാക്കി മാറ്റണം എന്നതാണ്
അതിൻ്റെ ഉദ്ദേശം. താങ്കൾ പറയും, അവർ നല്ല വ്യക്തിയല്ല, പിന്നെ എങ്ങനെയാണ് നല്ല ആളാണ്? നല്ല ആളാണ്, ഇങ്ങനൊരു തോട്ട് ഞാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും? അവർ നല്ലതാണെങ്കിൽ പിന്നെ താങ്കൾക്ക് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ. എന്നാൽ അവർ മോശം വ്യക്തിയാവുമ്പോഴാണ് നമുക്ക് അവരെക്കുറിച്ച് നല്ല ചിന്തകൾ ക്രിയേറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ക്രിയേറ്റ് ചെയ്ത് അതിൽ തന്നെ ഫോക്കസ്ഡ് ആവേണ്ടി വരുന്നത്. അങ്ങനെ നമ്മൾ തോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് അവരുടെ തോട്ട്സിനെ കൂടി ചേഞ്ച് ആക്കണം. ഇനി പറയൂ, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവർ എങ്ങനെയുള്ളവരാണ്? വളരെ നല്ലവരാണ്. ഡൽഹിയിലെ എയർ ക്വാളിറ്റി എങ്ങനെയുള്ളതാണ്? വളരെ നല്ലതാണ്. ഇറ്റ് ഈസ് പ്യൂർ. ഇത്രയും നല്ല വായു മറ്റെവിടെയുമില്ല. നോക്കൂ, പൊല്യൂട്ടഡ് എയറിൻ്റെ ഇഫക്റ്റ് നമ്മുടെ ബോഡിയിലുണ്ട്. എന്നാൽ അതിലും കൂടുതലായി നമ്മുടെ മനസ്സിൻ്റെ ഇഫക്റ്റാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതലായി ഉണ്ടാവുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ശരീരത്തെ ഈ പൊല്യൂട്ടഡ് എയറിൻ്റെ പ്രഭാവത്തിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ ഞാൻ കുറഞ്ഞ പക്ഷം മനസ്സിൻ്റെ ഇഫക്റ്റ് എൻ്റെ ശരീരത്തിൽ ഉണ്ടാവുന്നതിനെയെങ്കിലും കുറയ്ക്കണം. മനസ്സിലുള്ള പ്രഭാവങ്ങൾ കുറഞ്ഞാൽ തന്നെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളും കുറയാൻ തുടങ്ങും. എയർ പൊല്യൂട്ടഡ് ആണ്, അതെന്നെ ബാധിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും എൻ്റെ ശരീരത്തിന് പവർഫുൾ എനർജി കൊടുക്കുന്നു. അപ്പോൾ മാത്രമേ ബാഹ്യമായ ഇഫക്റ്റ് എനിക്ക് കുറയ്ക്കാനാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വയം സുരക്ഷിതരാവാനുള്ള വഴികൾ അറിഞ്ഞിരിക്കണം. ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കാനുള്ള വഴികൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം. പുറം ലോകവും പൊല്യൂട്ടഡ് ആണ്, മനസ്സും പൊല്യൂട്ടഡ് ആണെങ്കിൽ പിന്നെ എൻ്റെ ശരീരം ഈ രണ്ട് കാര്യങ്ങളെയും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? ഇനി ഇതിനു പകരമായി എയർ പൊല്യൂട്ടഡ് ആണെങ്കിലും എൻ്റെ മനസ്സ് ശുദ്ധമാണെങ്കിൽ ശരീരം അതിനെ വേണ്ട വിധത്തിൽ ഹാൻഡിൽ ചെയ്തുകൊള്ളും. ഹാൻഡിൽ ചെയ്യുക തന്നെ ചെയ്യും. അതൊന്നും നമ്മളെ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല എന്നല്ല ഇതിനർത്ഥം. ബാധിക്കുന്നുണ്ട്. എന്നാൽ അതിനൊപ്പം നമ്മൾ മറ്റൊരു കാര്യവും കൂടി ശരീരത്തിന് അയക്കുന്നുണ്ട്. നോക്കൂ, നമ്മൾ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നുണ്ടെങ്കിലും അതിനൊപ്പം 4 ഹെൽത്തി ആയ സാധനങ്ങളും കഴിക്കാറില്ലേ? ഹെൽത്തി ആയ വസ്തുക്കൾ ജങ്ക് ഫുഡിൻ്റെ ഇഫക്റ്റ് കുറയ്ക്കുന്നു. ഇറ്റ് വിൽ ന്യൂട്രലൈസ് ഇറ്റ്. എന്നാൽ എല്ലാ വശത്തും ജങ്ക് മാത്രമാണെങ്കിൽ ബോഡി അതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക? എങ്ങനെ ഹാൻഡിൽ ചെയ്യും? എയർ ക്വാളിറ്റി ഓൾറെഡി മോശമാണ്, ഓക്കെ? എന്നാൽ നമ്മൾ അതേ ന്യൂസ് തന്നെ വീണ്ടും വീണ്ടും വായിക്കുന്നു, അതേക്കുറിച്ച് തന്നെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. കണ്ടോ എത്ര എയർ പൊല്യൂഷനാണ് അല്ലേ? കേൾക്കുന്നവർ പറയും, ശരിയാണ്, ഇന്നത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇത്രയാണ്. മൂന്നാമത്തെ ആൾ പറയും, സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. നാലാമത്തെ ആൾ പറയും, ദീപാവലി സമയത്തും ഇങ്ങനെ തന്നെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഇതേക്കുറിച്ച് തന്നെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ വിധത്തിൽ എത്രയധികം ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുവോ അത്രയധികം എൻ്റെ ശരീരത്തിൽ 2 കാര്യങ്ങളുടെ ഫലങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങും. ആദ്യം എൻ്റെ ശരീരത്തിൽ ഒന്നിൻ്റെ മാത്രമേ ഇഫക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത് 2 കാര്യങ്ങൾ കൂടിയായി മാറി. നമ്മൾ പിന്നെയും പിന്നെയും അതേ കാര്യത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അത് ആ സാഹചര്യത്തിൻ്റെ രൂക്ഷത ഒന്നുകൂടി വർദ്ധിപ്പിക്കാനും കാരണമാകുന്നു. കാരണം എൻ്റെ മനസ്സ് ഇതെന്തായാലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കും എന്നതാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സ്വന്തം മനസ്സിൻ്റെ ശക്തികളെ ഉപയോഗിക്കുന്നത്. യൂസിങ് ദി പവർ ഓഫ് ദി മൈൻഡ്. എല്ലാ സിറ്റുവേഷനിലും എല്ലാം പെർഫെക്റ്റ് ആണെന്ന് പറയാനാവുമോ? ഇനി നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സിറ്റുവേഷനെക്കുറിച്ച് ചിന്തിക്കൂ. നിങ്ങൾ ഇവിടേക്ക് വരുന്നതുവരെ അത് മോശമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കും. നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതുവരെ അവരും നിങ്ങളുമായി നല്ലൊരു ബന്ധമല്ല ഉണ്ടായിരുന്നത്. പെർഫെക്റ്റ് ആയ ഒരു ബന്ധമല്ല നിങ്ങളും അവരും ആയിട്ടുള്ളത്. അല്ലെങ്കിലും നമുക്ക് ചുറ്റുമുള്ള ആരും തന്നെ പെർഫെക്റ്റ് അല്ല, അല്ലേ? അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എങ്ങനെയുള്ള തോട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? പെർഫെക്റ്റ്. അവരെങ്ങനെയുള്ളവരാണ്? നല്ലവരാണ്, നല്ലവരാണ്, നല്ലതാണ്.
ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മൾ അവർക്കായി ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഉടൻ തന്നെ അവരുടെ കുറവ്, ഇംപെർഫെക്ഷൻ കുറയാൻ തുടങ്ങും. അതിലും പ്രധാനമായി നമ്മുടെ കുറവുകൾ പെർഫെക്ഷൻസായി മാറാനും തുടങ്ങും. എനിക്ക് മുഴുവൻ ദിവസത്തിലും 10 പേരുമായി ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുന്നുണ്ടെന്ന് കരുതുക. 4-5 പേര് വീട്ടിലും 4-5 പേര് ഓഫീസിലും പിന്നെ ഞാൻ റോഡിലും ഷോപ്സിലുമൊക്കെയായി പലരുമായി ഇടപഴകുന്നുണ്ട്. ഇവരിൽ ഓരോരുത്തരിലും ഞാൻ ഒരു കുറവെങ്കിലും കാണാൻ തുടങ്ങുകയും അതേക്കുറിച്ച് ഒരു 4 ചിന്തകളെങ്കിലും ക്രിയേറ്റ് ചെയ്യുകയും ചെയ്താൽ തന്നെ വൈകുന്നേരമാവുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ എത്ര പൊല്യൂഷനാണ് വന്ന് നിറഞ്ഞിട്ടുണ്ടാവുക? ജസ്റ്റ് കാൽക്കുലേറ്റ്, ഒന്ന് കണക്കാക്കി നോക്കൂ. ഞാൻ ഓരോരുത്തരെക്കുറിച്ചും ഒരു തോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരേ ഒരു തോട്ട്, കൂടുതലായി ഒന്നുമില്ല. ഒരാളെക്കുറിച്ച് ഒന്ന് അവരെക്കുറിച്ച്, ഒന്ന് ഇവരെക്കുറിച്ച്. സൗണ്ട് ബോക്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ബ്രദറിനെ പറ്റി ഒന്ന്, വീട്ടിലേക്ക് പോകുന്ന വഴി റോഡിലൂടെ എനിക്കൊപ്പം വന്ന് വണ്ടി ഓടിക്കുന്നവരെ പറ്റി ഒന്ന്, വീട്ടിലുള്ളവരെ പറ്റി ഒന്ന്. അങ്ങനെ എല്ലാവരെയും പറ്റിയും ഓരോ തോട്ട്സ് മാത്രം. അങ്ങനെ ഓരോന്നായി ആ ദിവസം അവസാനിക്കുമ്പോഴേക്കും നിങ്ങളിലേക്ക് എത്ര ടോക്സിൻസ് ആണ് വരുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. പക്ഷേ നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും ഓരോ ചിന്തകളാണോ ക്രിയേറ്റ് ചെയ്യാറുള്ളത്? അല്ല, നമ്മൾ ഒരാളെക്കുറിച്ച് തന്നെ പല തോട്ട്സാണ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്. നമ്മൾ ഒരാളെക്കുറിച്ച് ഒരു തോട്ടല്ല ക്രിയേറ്റ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ കുറവുകളെ നിങ്ങൾ മനസ്സിൽ വയ്ക്കരുത്. പകരം നമ്മുടെ പെർഫെക്ഷൻസിനെ അവരിലേക്ക് റേഡിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. റൈസ് എബോവ് എവ്രിതിങ്. റൈസ് എബോവ് എവ്രിതിങ്. ഞാൻ അവരുടെ കുറവുകളെക്കുറിച്ച് ചിന്തിക്കുകയും പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഫ്രീക്വൻസി ഏത് ലെവലിലേക്കാണ് എത്തിക്കുന്നത്? എവിടേക്കാണ് എത്തിക്കുന്നത്? ഞാൻ എൻ്റെ ഫ്രീക്വൻസിയെ അവരുടെ ഫ്രീക്വൻസിയിലേക്കാണ് എത്തിക്കുന്നത്. മറിച്ച് ഞാൻ എന്നെ പെർഫെക്റ്റ് ആക്കി വെക്കുകയും ചുറ്റുമുള്ള എല്ലാത്തിനെയും പെർഫെക്റ്റായും നല്ലതായും കാണുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? എല്ലാവരും പെർഫെക്റ്റാണ്, എല്ലാം പെർഫെക്റ്റാണ്, ഓരോ കാര്യവും സുന്ദരമാണ്, നല്ലതാണ്, വളരെ നല്ലതാണ് എന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഞാൻ അവരിലേക്ക് എങ്ങനെയുള്ള വൈബ്രേഷനാണ് റേഡിയേറ്റ് ചെയ്യുന്നത്? പറയൂ. ഞാൻ അവർക്ക് പെർഫെക്ഷൻ്റെ വൈബ്രേഷനാണ് നൽകിക്കൊണ്ടേയിരിക്കുന്നത്. പെർഫെക്ഷൻ്റെ വൈബ്രേഷൻ. ഒന്നുകിൽ നമുക്ക് അവരുടെ വൈബ്രേഷനെ ഹൈ ആക്കാനാവും, അല്ലെങ്കിൽ അവരെ നോക്കി നമ്മൾ സ്വന്തം വൈബ്രേഷനെ അവരുടേതുപോലെ ഡൗൺ ആക്കി മാറ്റും. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഒന്നുകിൽ നമുക്ക് ശരീരത്തിൻ്റെ സ്ഥിതിയെ കണ്ട് സ്വന്തം അവസ്ഥയെ താഴ്ത്താനാവും, അല്ലെങ്കിൽ നമുക്ക് സ്വയം ഉയർന്ന് ഹെൽത്തിനെ ശരിയാക്കാനുമാവും. സോ വെയർ ഈസ് ഓൾ ദി പവർ? വാട്ട് ഈസ് രാജയോഗ? രാജയോഗം നിങ്ങളെ എന്താണ് പഠിപ്പിക്കുന്നത്? മനസ്സിൽ ശരിയായ ചിന്തകൾ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് രാജയോഗത്തിലൂടെ നിങ്ങൾ പഠിക്കുന്നത്. ദ റെസ്റ്റ് വിൽ ഹാപ്പൻ ഓട്ടോമാറ്റിക്കലി. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായി നടന്നുകൊള്ളും. എന്നാൽ നമുക്ക് അതിനെ ദിവസേന നിലനിർത്തിക്കൊണ്ട് പോകണം. വി നീഡ് ടു സസ്റ്റെയിൻ ഇറ്റ് ഡെയിലി. ഡെയിലി ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നു. ഡെയിലി. എന്തുകൊണ്ട്? എന്തിനാണ് ഡെയിലി ചെയ്യുന്നത്? ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് താനെ നടക്കേണ്ടതല്ലേ? ഇല്ല, അതങ്ങനെ താനെ നടക്കുന്ന കാര്യമല്ല. നമ്മൾ ഏത് ലോകത്താണോ ജീവിക്കുന്നത്, ഏത് തരം ഭാഷകളുടെയും വാക്കുകളുടെയും ഇടയിലാണോ ഇരിക്കുന്നത്, അത് വേറെയാണ്. ഏത് വാക്കുകളാണോ നമ്മൾ ദിവസം മുഴുവനും ഫോണിലൂടെയും TV-യിലൂടെയും കാണുകയും പേപ്പറിൽ വായിക്കുകയും ചെയ്യുന്നത്, അത് തന്നെ ആളുകളുടെ സംസാരത്തിലൂടെയും നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം കേൾക്കുന്ന വാക്കുകൾ അത്രയധികമാണ്. മുഴുവൻ ദിവസവും നമ്മൾ അനേകം ഓപ്പോസിറ്റായ കാര്യങ്ങളും കൂടി കേൾക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ അതും നമ്മളിൽ അവയുടെ ഇഫക്റ്റ് ഉണ്ടാക്കില്ലേ? നമ്മൾ ദിവസവും മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് അവനവനെ ഉയർന്ന അവസ്ഥയിൽ നിലനിർത്തുന്നുവെങ്കിൽ അത് തന്നെ വലിയൊരു അത്ഭുതമാണ്.